വെൽക്കം ടു ജാസസ് ഫുഡ് ബുക്ക്. നമുക്ക് സേമിയ പായസം എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഏത് പാത്രത്തിലാണോ പായസം വെക്കുന്നത് ആ ഒരു പാത്രം എടുക്കുക. പാത്രം നന്നായിട്ട് ചൂടായതിന് ശേഷം ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് ഒരു 8 ഈത്തപ്പഴം, ഞാനിത് നന്നായിട്ട് കുരു കളഞ്ഞതിന് ശേഷം ചെറുതാക്കിയിട്ട് അരിഞ്ഞെടുത്താണ്. ഇത് നെയ്യിലിട്ടൊന്ന് വറുത്തെടുക്കുക. ഇതിലേക്ക് കുറച്ച് ബദാം എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബദാം ഇല്ലാന്നുണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പായാലും മതി. അതിലേക്ക് ഇട്ട് കൊടുക്കുക. തീ കുറച്ചിട്ടതിന് ശേഷം ഇതൊന്ന് നമുക്കൊന്ന് പൊരിച്ചെടുക്കാം. ബദാമിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേറെ പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് സേമിയ. ഞാൻ ഇവിടെ 1 കപ്പ് സേമിയ എടുത്തിട്ടുണ്ട്. അത് നെയ്യിലൊന്നിട്ടൊന്ന് വറുത്തെടുക്കാം. സേമിയ നന്നായിട്ട് മുരിഞ്ഞു വന്നതിന് ശേഷം നമുക്കിതിലേക്ക് പാൽ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1 ലിറ്ററിൻ്റെ പാലാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് സേമിയ ഒന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്കൊരു ബൗൾ എടുക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 1/4 കപ്പ് വെള്ളം ഉണ്ട് കേട്ടോ. നന്നായിട്ട് ഒട്ടും തന്നെ കട്ടകളില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ പായസം നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എപ്പോഴും പായസം ഒട്ടും തന്നെ കൈവിടാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. സേമിയ ഒന്ന് കുറച്ചൊന്ന് കുറുകി വരുമ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പാൽപ്പൊടിയും കൊക്കോ പൗഡറും കൂടിയിട്ടുള്ള മിശ്രിതം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് കുറുകി വരുന്നവരെ നന്നായിട്ട് കൈവിടാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ പായസം കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മധുരം നിങ്ങൾക്ക് കൂട്ടിയും കുറച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ വറുത്ത് വെച്ചിരുന്ന ഈത്തപ്പഴവും അതേപോലെ തന്നെ ബദാമും ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കുക. ഗ്യാസ് ഓഫ് ചെയ്യുക. ഏലക്കയൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഏറ്റവും അവസാനം ഇടുന്നതായിരിക്കും നല്ലത്. അപ്പോഴാണ് അതിൻ്റെ സ്മെല്ലൊക്കെ ശരിക്കും നമുക്ക് പായസത്തിലേക്ക് ഉണ്ടാവുള്ളൂ. ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഒരു 2 നുള്ള് ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ചൂടാറി കഴിയുമ്പോൾ ഒന്നും കൂടി കട്ടിയാവും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നും കൂടി ലൂസാക്കുക. ഇത് കറക്റ്റ് ഒരു 5 or 6 പേർക്ക് കഴിക്കാനുള്ളൊരു പായസം ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് സേമിയ പായസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കെ, ബൈ, സി യു.